ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു വൈറൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളുടെ എഗ്ഗ് കൊണ്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും കുറേ പേരൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ വൈറലായിട്ടുള്ള നമ്മളുടെ എഗ്ഗ് ഫ്ലഫി ഓംപ്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൽ അവർ കാണിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു ഇതിലും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഗ്ഗ് എടുക്കുക. അപ്പോൾ എത്ര എഗ്ഗ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പോൾ 2 എഗ്ഗ് എടുത്താൽ കുറച്ച് തിക്നെസ് വരും, കൂടുതലെടുത്താൽ കൂടുതൽ വരും കേട്ടോ. എന്നിട്ട് എഗ്ഗ് എടുത്തിട്ട് ഇതിൻ്റെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടും 2 ബോളിലാക്കി ഇടണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കയ്യിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് വെച്ചാൽ അതുപോലെ നമുക്ക് യോക്കും വൈറ്റും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വൈറ്റും യോക്കും കൂടെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യെല്ലോയിലോട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കും. ഒരല്പം മാത്രമേ ഇടാൻ പാടുള്ളൂ, കൂടുതൽ ഇടാൻ പാടില്ല. ഇതൊരു കേക്കിൻ്റെ ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു പിഞ്ച് പോലും വേണ്ട, അതിലും കുറവ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് എഗ് യോക്കൊന്ന് ഉപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് ആക്കിയാൽ മതി കേട്ടോ. നമ്മൾ സാധാരണ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ ആക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ നമ്മുടെ വൈറ്റ് എടുക്കുക. അതിലോട്ട് 1 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, നമ്മൾ സാധാരണ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു കേക്കിലൊക്കെ ഉണ്ടാക്കുന്ന മുട്ടയുടെ ടേസ്റ്റില്ല, അങ്ങനെ വരുള്ളൂ. അല്ലാതെ വേറെ മുട്ട ഓംപ്ലേറ്റിൻ്റെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ വരും. അപ്പോൾ വിസ്ക് കൊണ്ടാകുമ്പോൾ കുറേ സമയം പിടിക്കും. അപ്പോൾ ബീറ്ററുള്ളവർ ബീറ്റർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരണം, നല്ല പതഞ്ഞ് വൈറ്റ് കളറാവുന്ന വരെ ഇതാക്കണം കേട്ടോ. ബീറ്ററോ ഫോർക്കൊക്കെ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ കുറേ സമയം പിടിക്കും. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് ചെയ്യാം. വിസ്കോ ഇതുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും കേട്ടോ. അപ്പോൾ ബീറ്ററുള്ളവർ ബീറ്റർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തു കണ്ടോ, ഇതുപോലെ നല്ല പതഞ്ഞ് പൊന്തി ഇതുപോലെ വൈറ്റ് കളറായി നമ്മുടെ എഗ്ഗ് വൈറ്റ് ആണ്. ഇപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വന്നില്ലേ നമ്മുടെ ഇത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ അതിലോട്ട് നമ്മളുടെ ഈ എഗ്ഗ് യെല്ലോവും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ പതച്ച് വെച്ചിട്ടുള്ള നല്ല ഫ്ലഫി ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ എഗ് വൈറ്റിലോട്ട് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ പതുക്കെ ചേർക്കുക. ആ പതഞ്ഞ് നിൽക്കുന്ന എഗ് വൈറ്റ് താഴെ പോകരുത്. അപ്പോൾ അതുകൊണ്ട് സ്ലോലി ഒഴിച്ചതിന് ശേഷം, ഒരുപാട് ഹൈറ്റിൽ നിന്നൊന്നും ഒഴിക്കരുത്, ചെറുതായി ഒഴിച്ചതിന് ശേഷം ഈ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് പതുക്കെ എഗ് വൈറ്റുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഒരുപാട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് വൈറ്റിൻ്റെ ആ പതഞ്ഞ് പൊന്തി നിൽക്കുന്ന അത് താഴ്ന്നു പോകും. അപ്പോൾ അത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മളുടെ ഈ ഒരു സംഭവം ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ പതുക്കെ മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവിടെ എവിടെ ആവും യോക്ക് എന്ന് മാത്രമേ ഉള്ളൂ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ആയിക്കിട്ടും, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുക, നമ്മളുടെ ഒരു പാൻ വെക്കുക. പാൻ വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ എടുക്കുന്നത്. നോൺ സ്റ്റിക്ക് ആയാലും കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ പതപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ, വൈറ്റും യെല്ലോ ഒക്കെ ചേർത്തിട്ടുള്ളത്, അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പതുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ അധികം പരത്തി കഴിഞ്ഞാൽ പൊന്തുന്നത് കുറയും, കുറച്ച് പരത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈറ്റിൽ വരും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ആക്കിയതിന് ശേഷം ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മളൊന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ മൂടി വയ്ക്കണം. അപ്പോൾ അതൊരു 2 മിനിറ്റോളം മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നമ്മളിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2 മിനിറ്റ് കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്തു കണ്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗം നോക്കൂ, താഴെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു മടക്കും, ഒരു കുറച്ച് ഭാഗം ഇതാക്കി വെച്ചിട്ടാണ് മടക്കുക. ഇങ്ങനെ പതുക്കെ മടക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇതിനെ നമ്മൾ പതുക്കെ തിരിച്ചിടും. ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ വൈറ്റ് കാണുന്ന ഭാഗം, ആ ഭാഗം നമ്മൾ ഒന്ന് ഇങ്ങനെ
പതുക്കെ ആക്കി കൊടുക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് അമർത്തിപ്പോൾ ആ ഭാഗം അമർന്നു പോയി. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ ചെറുതായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പതുക്കെ ആ ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഉള്ളിലേക്കും ഒന്ന് തട്ടി വേവാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് നന്നായി വേവിക്കുന്നുണ്ട്, എഗ്ഗിൻ്റെ മാത്രമായതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഗ്ഗൊന്നും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പതുക്കെ ഒന്ന് അപ്പുറത്തോട്ട് മറിച്ചിട്ട് അപ്പം തന്നെ എടുക്കാം. പക്ഷെ ഞാൻ കുറച്ച് അധികം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ വൈറൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ പക്ഷേ ഇതിന് വ്യത്യസ്തമായിട്ട് വേറൊരു മെത്തേഡിലും ഒരു സ്റ്റൈലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി കുറച്ചും കൂടെ അതാണ് ഇപ്പോൾ ഇഷ്ടമായത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണണേ ലാസ്റ്റിൽ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇങ്ങനെ ആ സൈഡും കൂടെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ നമ്മുടെ ഓംലേറ്റ് കറക്റ്റായിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് നോക്കാം. കണ്ടോ, മുറിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് കഴിച്ചും ചെയ്തു, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, നല്ല ടേസ്റ്റും ഉണ്ട്. എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ നമുക്ക് എഗ്ഗിൽ ഷുഗർ ഇട്ടതിൻ്റെ വൃത്തിയുടെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെ വേറൊരു സ്റ്റൈലും കൂടി ഉണ്ടാക്കണം. അത് വേറെ മെത്തേഡെന്ന് ഞാൻ പറഞ്ഞത്, ഇതുപോലെ നമ്മളുടെ പാനിൽ നമ്മൾ ചെറുതാക്കിയിട്ട് ഒഴിക്കാം. ആ എഗ്ഗ് തന്നെ 2 എണ്ണാക്കിയിട്ട് ഒഴിച്ചതാണ് കേട്ടോ. കുറച്ചുകൂടെ ഹൈറ്റിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ മടക്കിയില്ല, ഒരു ഭാഗം ആയതിനു ശേഷം അപ്പുറത്തെ ഭാഗം ഒന്ന് മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു കേക്കിൻ്റെ അതേ ഒരു ടെക്സ്ചറും ഫീലിങ്ങും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 2 മെത്തേഡും ട്രൈ ചെയ്യാം. കാണാൻ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ 2 ടൈപ്പിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. എഗ്ഗ് ഇഷ്ടമാവത്തവർക്ക് ഇഷ്ടമാവില്ല, അല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.